എന്താടി നീ സ്കൂൾ പിള്ളേരെ പോലെ അലറി വിളിച്ച് പഠിക്കുന്നത്? പണ്ടേ അതാ ശീലം, എന്ത് ചെയ്യാനാ? ഓ, പ്രേമിക്കുന്നവനെ ഒഴിവാക്കി കാണുന്നവനെ പ്രേമിച്ച് കല്യാണം കഴിക്കുമോ നീ? അതല്ലടി, എക്സാം ഫെയിലായ ബാപ്പ എന്റെ നിക്കാഹ് എന്തായാലും നടത്തും. ഇനി പാസ്സായാലോ ഉണക്കി ഉപ്പിലിട്ട് വെക്കോ? പോടി, കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടേ, അതൊക്കെ വിറ്റ് സിംഗപ്പൂര് പോവും. കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി മലേഷ്യയിൽ സെറ്റിൽ ആവാൻ എന്റെ പ്ലാൻ. നമ്മുടെ നാടെന്താ മോശവാ? ഓൾറെഡി നമ്മുടെ സിഎം പറഞ്ഞു ആറ്റിങ്ങലിനെ സിംഗപ്പൂരും വർക്കലേനെ മലേഷ്യ ആക്കുമെന്ന്. അതുകൊണ്ടുള്ള ഗുണം എന്താന്നാ, നമ്മുടെ സ്ഥലത്തിലൊക്കെ നല്ല വില കിട്ടും. അയ്യോ, പൈസ ഉണ്ടാക്കാൻ ഭയങ്കര കഷ്ടപ്പാടാ. ഇവിടെ ഒരുത്തി പൈസയുടെ കാര്യം പറഞ്ഞാൽ മതി, കഷ്ടപ്പെട്ടുണ്ടാക്കണമെന്ന് പറയും. നിങ്ങളോടൊക്കെ എത്ര പ്രാവശ്യം പറയണം 11 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യണമെന്ന്? അർദ്ധരാത്രി വരെ എന്താ മീറ്റിംഗ്? പ്രേതം വരുന്ന സമയാ. ഇനി ഒരു പ്രാവശ്യമെങ്കിലും കാണട്ടെ ഞാൻ. പോയോ ഉറങ്ങടി. എന്താടി ഇത്, നിനക്ക് വട്ടായി പോയോ ഇങ്ങനെ ചിരിക്കാൻ? അതല്ലടി, ഒരു പിശാചും മറ്റേ പിശാചിനെ പറ്റിയ പറയുന്നത്. അതെനിക്ക് ചിരി വന്ന്. ഇതെന്താടി കണ്ണീന്ന് കണ്ണീര് വരുന്നേ? ഇതെന്താടി കരയുന്നു? പ്രേതെന്ന് പറഞ്ഞാലേ ഉണ്ടെങ്കിൽ എനിക്ക് പേടിയാ. ഓ, അതാ പറഞ്ഞു. ആ അനുഷ, നിനക്കൊരു കാര്യം അറിയോ? നമ്മുടെ ഹോസ്റ്റലിനൊരു ഭയങ്കര ഫ്ലാഷ് ബാക്ക് ഉണ്ടടി. ഫ്ലാഷ് ബാക്കാ? അതെ, നമ്മൾ ഇപ്പോഴുള്ള ഈ ഹോസ്റ്റൽ രാജാ ഹരിശ്ചന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന ഒരു വലിയ ജന്മിയുടേതായിരുന്നു. അയാളുടെ ഒരേ ഒരു മകൾ ലളിതാംബിക. ലളിതാംബിക പ്രായപൂർത്തിയാവുന്നതിന് മുൻപേ തന്നെ അവളുടെ കല്യാണത്തിന് ആവശ്യമുള്ളതെല്ലാം ഒരുക്കി വെച്ചിരുന്നു ഹരിശ്ചന്ദ്ര പ്രസാദ്. ലളിതാംബികയ്ക്ക് ഒരാളെ ഇഷ്ടമായിരുന്നു. അയാളെ തന്നെ കല്യാണം കഴിക്കൂവെന്ന് ലളിതാംബിക വാശി പിടിച്ചു. എന്നാൽ ബലവാനും ക്ഷിപ്രകോപിയുമായ ഹരിശ്ചന്ദ്ര പ്രസാദ് തന്റെ പൈസയുടെയും ശാരീരിക ബലത്തിന്റെയും അഹങ്കാരത്താൽ ലളിതാംബികയെ കൊന്നു കെട്ടിത്തൂക്കി. ഒരേ ഒരു മകൾ മരിച്ചുപോയെന്ന ദുഃഖത്താൽ തന്റെ സ്വത്തുക്കൾ മുഴുവൻ പാവപ്പെട്ടവർക്ക് നൽകി. ഈ ബംഗ്ലാവ് ഒരു ട്രസ്റ്റിന് കൈമാറി എങ്ങോട്ടോ പുറപ്പെട്ടുപോയി. അതിനുശേഷം ഈ ട്രസ്റ്റ് ഈ ബംഗ്ലാവിനെ മെഡിക്കൽ ഫീമെയിൽ സ്റ്റുഡൻസിന് ഫ്രീ ഫുഡ്, ഫ്രീ അക്കോമഡേഷൻ കൊടുക്കാനായി തീരുമാനിച്ചു. അതുകൊണ്ടാ നമ്മൾ ഇവിടെ താമസിക്കുന്നത്. അയ്യോ, പാവം ലളിത അല്ലേ, ചെറിയ പ്രായത്തിലേ ജീവൻ പോയി. ചീ, നമ്മുടെ വീട്ടുകാർക്കില്ലേ പിള്ളേരുടെ പ്രേമം ഉൾക്കൊള്ളാനേ പറ്റില്ലടി. ശരിയായ കഥ ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. പ്രേമം പരാജയപ്പെട്ടെന്ന ദുഃഖത്തിൽ സ്വന്തം അച്ഛന്റെ മേൽ അതിയായ വൈരാഗ്യമുള്ള കൊല്ലപ്പെട്ട ലളിത പ്രേതാത്മാവായി മാറി ഇപ്പോ ഈ ബംഗ്ലാവിൽ ചുറ്റിത്തിരിയുന്ന കാര്യം നിങ്ങൾക്കറിയോ? അതെ, നല്ല മഞ്ഞപ്പട്ട് സാരിയൊക്കെ എടുത്ത് മെല്ലെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഈ ബംഗ്ലാവിൽ ചുറ്റിത്തിരിയുന്നത് പല ആളുകളും കണ്ടിട്ടുണ്ടെന്നാണ് സംസാരം. എടി, ഈ പ്രേതത്തിനെ കാണാതെ തന്നെ എന്റെ ജീവൻ പോയി. ഇനി കാണുകയും കൂടെ ചെയ്താ ഇനി എന്താ സ്ഥിതി ഉണ്ടാവുക? ഭയപ്പെടാനൊന്നുമല്ല പറഞ്ഞത്, കർക്കടക മാസത്തിലെ കറുത്ത മാവിന് കാണാൻ കഴിയുമെന്നല്ല പറഞ്ഞത്. പേടിത്തൊണ്ടികൾ എന്തെങ്കിലും കേട്ട് അതിന്റെ പേരില ഭയം.